ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും സുഖം തന്നെ. പിന്നെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടിരുന്നു. പിന്നെ 2-3 മാസത്തോളമായല്ലോ ഞാൻ കിച്ചണിലൊന്നും ഇറങ്ങാൻ പറ്റാതെ, എന്താ പറയുക, കാലിനൊരു ചെറിയ പരിക്കലായിട്ട് കിടപ്പിലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമില്ല, ഇനി എന്താ പറയുക, ചെറുതായിട്ട് നടന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ കൂടുതലായിട്ടൊന്നും സ്ട്രെയിൻ കൊടുക്കാതെ ചെറുതായിട്ട് നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറേ ആയല്ലോ ഞാൻ കിച്ചണിലൊന്നും ഇറങ്ങാതെ, കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇനി മുതലൊന്ന് ചെറുതായിട്ടൊന്ന് കിച്ചണിൽ ഇറങ്ങി ഫുഡിൻ്റെ കാര്യത്തിലൊന്ന് നോക്കണം. അപ്പം പിന്നെ കുറേ ആയി സാമ്പാറൊന്നും ഉണ്ടാക്കാത്തത്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉമ്മ സാമ്പാർ ഉണ്ടാക്കുമെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതാണ്. റെസിപ്പി വീഡിയോസൊക്കെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് സാമ്പാറിൻ്റെ. അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോട് അല്പം സംസാരിക്കാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 3 മാസത്തോളമായി കിച്ചണിലൊന്നും ഇറങ്ങാത്തത്. അപ്പോൾ എന്താ പറയുക, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് കിച്ചണിൽ. കാരണം നമ്മളേതായ ഒരു ലോകമാണല്ലോ കിച്ചൺ. അപ്പോൾ അവിടെ എന്താ പറയുക, 3 മാസത്തോളം മറ്റുള്ളവർ കൈയിട്ട് കഴിഞ്ഞാൽ അറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് എന്താ പറയുക, ഇനി ഒന്ന് ഒരുക്കി ശരിയായി കൊണ്ടുവരാനുണ്ട്. പിന്നെ ഡോക്ടർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടേനു, കൂടുതലായിട്ട് അങ്ങനെ സ്ട്രെയിൻ കൊടുക്കരുത്, ചെറിയ ചെറിയ രീതിയിൽ നടന്നാൽ മതി എന്നൊക്കെ. എന്താ പറയുക, ക്ഷമ കെട്ട പോലെയായി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു 3 മാസത്തോളം ഇങ്ങനെ കൂടുതൽ ജോലി എടുക്കാണ്ടല്ല ഇങ്ങനെ റെസ്റ്റിലായിപ്പോയത്. അപ്പോൾ എന്താ പറയുക, ആകെ ഭയങ്കര സങ്കടമായിരുന്നു. അറിയാലോ, പുറത്തൊന്നും പോകാതെ, അതെന്തായാലും അത് അനുഭവിച്ചവർക്കായ ഒരു വേദന മനസ്സിലാവും. പുറത്തൊന്നും പോകാതെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ 2-3 മാസം എന്തെങ്കിലും അപകടം പറ്റിയിട്ടാ ഇങ്ങനെ എന്താ പറയുക, പുറത്തുനിന്ന് ഇറങ്ങാതെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറയുന്നത് വെച്ചാൽ ഇങ്ങനൊരവസ്ഥ ഏതൊരു മനുഷ്യന്മാർക്കും വരും. പക്ഷേ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പലതും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആരൊക്കെ കൂടെ ഉണ്ട്, ആരൊക്കെ നമ്മളെ എന്താ പറയുക, എല്ലാം കൊണ്ട് ചേർത്ത് പിടിക്കുന്നവരും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പാഠങ്ങൾ പഠിച്ച്, പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് വീഡിയോ ഇടണം, ഒന്ന് ഉഷാറാക്കണം, അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്വയം മോട്ടിവേഷനായിരുന്നു മനസ്സ് നിറയെ. ഈ ഒരു കാര്യം മെയിനായിട്ട് തോന്നാൻ കാരണം, അതായത് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. പിന്നെ എന്താ പറയുക, ഞാൻ പൊതുവേ ലോങ് വീഡിയോസ് ഇടൽ കുറവാണ്. അപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടാലാണ് വാച്ച് ഹൗസൊക്കെ കൂടുമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് പച്ച പിടിക്കണമെങ്കിൽ എന്താ പറയുക, 1000 സബ്ബോ 4000 വാച്ച് ഹൗസ് എല്ലാം വേണം. അപ്പോൾ ഇനി മുതൽ എന്താ പറയുക, അപ്പോൾ 3 മാസത്തോളമായിട്ട് ശരിക്കുള്ള വീഡിയോസൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്നൊന്ന് എന്താ പറയുക, കാലൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോസ് ഇടണം, ഇങ്ങനെയുള്ള ഓരോ ഇതായിരുന്നു മനസ്സിൽ. ഇപ്പോൾ ഇതാ സത്യം പറയുന്നത് വെച്ചാൽ 2 ദിവസം ഈ ഒരു വീഡിയോ തന്നെ ഞാൻ പകുതിയാക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതായത് തീരെ സമയം കിട്ടാത്ത പോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ്. പക്ഷേ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ പകുതി ഇട്ടേച്ച് പോയിട്ടാണ് ഉള്ളത്. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളൊക്കെ എന്താ പറയുക, സഹകരണം സപ്പോർട്ടാണ് ചാനൽ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ എന്തായാലും ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ സഹകരണം സപ്പോർട്ടും. പിന്നെ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ. പിന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പിന്നെ വേറെന്താ പറയുക, പിന്നെ പല ആളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എവിടെയാണ് സ്ഥലം, എന്താ പറയുക, ഫാമിലിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം കണ്ണൂർ ജില്ലയാണ്. കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫാമിലി, ഹസ്ബൻഡ് ഉണ്ട്, 3 കുട്ടികളുണ്ട്. മൂത്ത മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, രണ്ടാമത്തെ മോള് ഇപ്പോൾ +1 പുതുതായിട്ട്, പിന്നെ മോന് 7th. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലി ഹിസ്റ്ററി. പിന്നെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു,
ഇപ്പോൾ കുറച്ചായി നാട്ടിൽ തന്നെ ബിസിനസ്സിലായിട്ട് അങ്ങനെ പോന്നു. ഇതിപ്പോൾ ഇത് എന്താ പറയുക, ഇനി സാമ്പാറാക്കി പിറ്റേന്നുള്ള ഒരു വീഡിയോയും കൂടി ഇതിൽ ആഡാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇതാ അന്ന് രാവിലെ മോക്ക് ചോറ് കൊടുക്കേണ്ടിയിട്ട് ലഞ്ചിട്ടതായിരുന്നു. പിന്നെ ഇതാ എന്തായാലും തലേന്ന് സാമ്പാറാണെങ്കിൽ പിറ്റേന്ന് ഉഴുന്ന് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തായാലും നിർബന്ധം. അപ്പോൾ ഇതാ ഞാനന്ന് ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നെയ്റോസ്റ്റ്. അപ്പോൾ ആ വീഡിയോയും കൂടിയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പല ആളും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറ്റിയത്. പിന്നെ പേഴ്സണൽ വന്ന് വരാൻ പറ്റുന്നവർ പേഴ്സണൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്നൊക്കെ. സർജറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ അന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് പിത്തസഞ്ചി റിമൂവ് ആക്കുന്ന ഒരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റെപ്പും വന്ന് വഴുതി വീണ് എന്താ പറയുക കാലിനെല്ലൊക്കെ പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റിലായത്. പറയാൻ മറന്നുപോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയുമായി പുതിയ റെസിപ്പിയുമായി ഞാൻ വരും. ബായ്.